എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. ഇതൊരു പഴയ ചൊല്ലാണ്. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ച് ജീവിച്ച ഒരു സമൂഹം പാടി നടന്ന ചൊല്ല്. ഇന്നത്തെ കാലത്ത് ഈ ചൊല്ലിന്റെ വിലപ്പോയില്ല. കാരണം ഇന്ന് എല്ലാവരും വെയിൽ കൊള്ളാതെ ശരീരം അനങ്ങാതെ AC മുറിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യക്കുറവുമുണ്ട്, എല്ലുകൾക്ക് ബലക്ഷയവുമുണ്ട്. അതിനാൽ തന്നെ എല്ലുകളെ ബാധിക്കുന്ന രോഗങ്ങളും കൂടുതലാണ്. മതിയായ അളവിൽ സൂര്യപ്രകാശം കിട്ടാത്തതും എല്ലുകൾ വളയുന്നതിനും ബലക്ഷയം ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട്. എല്ല് പൊട്ടൽ, സന്ധിവേദന, ഉയരം കുറയുക, ശരീരത്തിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം, നീരുവെക്കൽ, സ്ഥിരമായ നടുവേദന ഇങ്ങനെ തുടങ്ങി എല്ലുകളെ ബാധിക്കുന്ന രോഗങ്ങൾ കൂടുതലാണ്. എന്തൊക്കെയാണ് എല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞുവെന്ന് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ? ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ എല്ലിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിൽ നിങ്ങളുടെ എല്ലിന്റെ ആരോഗ്യം കുറയുന്നു എന്നതിന്റെ പ്രധാന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ചെറിയ വീഴ്ചകളിൽ നിന്ന് വരെ എല്ലിന് പൊട്ടലുണ്ടാകുന്ന അവസ്ഥയെ നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ എല്ലിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നതിന്റെ സൂചന കൂടിയാണിത്. ഓസ്റ്റിയോപൊറോസിസ് പോലെയുള്ള രോഗാവസ്ഥയിൽ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം കുറയും. ഈ സമയത്ത് ചെറിയ വീഴ്ചകൾ വരെ നിങ്ങളുടെ ശരീരത്തെ താങ്ങി നിർത്തുന്ന എല്ലുകളിൽ പൊള്ളലുണ്ടാക്കിയേക്കാം. സന്ധിവേദന, ഇടുപ്പെല്ല്, മുട്ട് എന്നീ ഭാഗങ്ങളിൽ സ്ഥിരമായി വേദന ഉണ്ടാകുന്നത് തള്ളിക്കളയരുത്. നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യത്തെപ്പറ്റി ശരീരം നൽകുന്ന മുന്നറിയിപ്പാണിത്. എല്ലുകളുടെ ആരോഗ്യം കുറയുമ്പോഴാണ് ഇത്തരം സന്ധികളിൽ വേദന രൂക്ഷമാകുന്നത്. ഉയരം കുറയുക എന്നത് എല്ലുകളെ ബാധിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ ഉയരം കുറയുന്നത് എല്ലുകളുടെ ആരോഗ്യം കുറയുന്നു എന്നതിന്റെ ലക്ഷണമാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത്തരത്തിൽ ഉയരം കാര്യമായി കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അസ്ഥിരോഗ വിദഗ്ധനെ സമീപിക്കേണ്ടത് അനിവാര്യമാണ്. അടുത്തതായി ശരീരത്തിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ശരീരത്തിന്റെ ആകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം എല്ലുകളുടെ ആരോഗ്യം കുറയുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മുതുക് വളയുക, തോളലിന്റെ ആകൃതിയിൽ വ്യത്യാസം വരിക എന്നീ ലക്ഷണങ്ങൾ നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ എല്ലിന്റെ ആരോഗ്യത്തെ പറ്റിയുള്ള സൂചനകളാണിത്. കൂടാതെ ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയാതെ വരുന്നതും എല്ലിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സന്ധിയിലും മറ്റും വേദനയും നീരുവെക്കലും ഉണ്ടായാൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കേണ്ടത് അനിവാര്യമാണ്. സ്ഥിരമായുള്ള നടുവേദന എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഓസ്റ്റിയോപൊറോസിസ്, ഡിസ്ക് പ്രശ്നങ്ങൾ എന്നിവ മൂലവും നടുവേദന ഉണ്ടാകും. അതിനാൽ നടുവേദന സ്ഥിരമായി അനുഭവപ്പെടുന്നവർ ഉടൻ തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് അനിവാര്യമാണ്. ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യ വിദഗ്ധനെ സമീപിക്കണം. നേരത്തെ രോഗം സ്ഥിരീകരിക്കുന്നതിലൂടെ എല്ലുകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാൽസ്യം, വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം, ശരീരഭാരം നിയന്ത്രിക്കൽ എന്നിവയിലൂടെ നിങ്ങളുടെ എല്ലുകളുടെ ആരോഗ്യം പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എല്ലുകളുടെ ആരോഗ്യം ശാരീരിക ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. ശരീരത്തിന് ആവശ്യമായ സൂര്യപ്രകാശം ലഭ്യമാക്കാൻ ശ്രമിക്കുക. എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്.